ഇവയും പ്രയത്നവും എല്ലാം കൂടെ അതിനകത്ത് ഒത്തിണങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അത് നമ്മുടെ ആൾക്കാർക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദി പ്രചാര സഭ ഒരുപാട് പ്രവർത്തനങ്ങൾ ഹിന്ദി എന്ന ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേരള ജ്യോതി എന്ന് പറയുന്ന പബ്ലിക്കേഷൻ. അപ്പോൾ അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പ്രവർത്തനം കേരള ജ്യോതി ആ പേരുകൊണ്ട് തന്നെ ഒരു കാര്യം ഉദ്ദേശിക്കപ്പെടുന്നത് കേരളത്തിന്റെ തനിമ, ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ചരിത്രം, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ കലകൾ, അതിനെല്ലാം ഒരു സ്ഥാനം ലഭിക്കുന്നുള്ളതാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്രാൻഡുമുണ്ട്, നല്ല പ്രസ്സുണ്ട്, ഓഫീസർ പ്രസ്സുണ്ട്, അവിടെ ഭംഗിയായിട്ട് ഇറക്കാനും കഴിയുന്നുണ്ട് കേരള ജ്യോതി എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ മലയാളം കൃതികൾ തർജ്ജമ ചെയ്യുന്നത് ഹിന്ദിയിലുള്ളത്, ഹിന്ദി ലേഖനം ഇങ്ങോട്ട് പരിചയപ്പെടുത്തുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിലൊരു സേതു ബന്ധനം, ഒരു പാലം പണിയിലാണ് വാസ്തവത്തിൽ ഈ മാഗസിൻ ചെയ്യുന്നതാണ്. ഒരു വലിയൊരു ദൗത്യമായിട്ട് വേണ്ടിയെടുക്കാൻ വേണമെങ്കിൽ, പ്രത്യേകിച്ചും ചിത്രവാസന തലവെക്കുന്ന ഇക്കാലത്ത് ജനങ്ങളെ അടുപ്പിക്കാനായിട്ട് വലിയൊരു സേവനമാണ് ഈ കേരള ജ്യോതി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായും സാർ, സാഹിത്യത്തിന് അതിന് വളരെ ഒരു പങ്ക് വഹിക്കാൻ കഴിയും തോന്നുന്നു. കാരണം ഭാഷ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മാത്രമാണ് പല നല്ല കൃതികളും നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ അടുത്തേക്ക് എത്തിപ്പെടാത്തത്. പ്രധാനമായും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുസ്തകം സാറിന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എത്ര തവണ വായിക്കും? ആ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് അത് പിന്നെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ? ഒരു മിനിമം ഒരു തർജ്ജമ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 തവണയെങ്കിലും വായിച്ചിരിക്കും. എങ്ങനെയാണ് വായിക്കുന്ന സമയമൊക്കെ സാറിന് ഏറ്റവും സൗകര്യമായിട്ട് തോന്നുന്നതൊക്കെ? അത് സൗകര്യമാണെന്ന് വെച്ചാൽ ഇടവേളകളെല്ലാം തന്നെ സൗകര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സമയം രാവിലെയെന്നോ രാത്രിയെന്നോ ഉച്ചയ്ക്കൊന്നും ഇല്ല. പ്രത്യേകിച്ച് കോളേജിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സമരങ്ങൾ ധാരാളമായിട്ട് കാണും. ആ സമയമെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോളേജിൽ ഇടയ്ക്ക് സ്റ്റാഫ് റൂമിലിരുന്നാലും ശരി, വൈകുന്നേരമുള്ള ഫ്രീ ടൈം ആയാലും ശരി, അതിന് പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല. കിട്ടുന്ന സമയം കിട്ടും. ഇപ്പോൾ ഇന്ത്യ പേരൻസ് ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ല കിട്ടുന്ന സമയമൊക്കെ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത്രയധികം പക്ഷേ അടുത്തിരുന്ന് നമ്മൾ പ്രശ്നമൊന്നുമില്ല, സംസാരിച്ചുകൊണ്ടിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇത്രയധികം പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തല്ലോ, ഒരു അധ്യാപകനായിട്ട് ക്ലാസ് മുറിയിൽ നിന്നപ്പോ എങ്ങനെയായിരുന്നു സാറിന്റെ ആ ഒരു ഫീലിംഗ്? ഏറ്റവും ആനന്ദം എന്നുള്ളത് അധ്യാപനം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം വരുന്നുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും രണ്ടും പൂരകമാണ്. അധ്യാപകൻ എന്ന നിലയിലേക്ക് നമുക്ക് പലതും വായിക്കേണ്ടി വരുന്നുണ്ട്, പലതും പകർന്നു കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് വാസ്തു തർജ്ജിമ എന്നൊരു പകർന്നു കൊടുക്കലാണ്, അധ്യാപനം തന്നെ ഒരു തരത്തില്. അതുകൊണ്ട് രണ്ടും ഒന്നായിട്ട് ഞാൻ കാണുകയാണ്, രണ്ടായിട്ട് കാണുന്നില്ല. അവിടെയും നമുക്ക് കേരള ജ്യോതിയിലേക്ക് തിരിച്ചു വരുമ്പോ പല പ്രമുഖരും അതിൽ എഴുതുന്നുണ്ട്. അവരുടെ ആത്മകഥ അംശം ഒരുപാട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട് അതിനകത്ത്. അതില് പ്രമുഖരായിട്ട് എഴുതുന്ന വ്യക്തികൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ യേശുദാസിന്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്റെ ഓർമ്മ ഇപ്പൊ 13 കഴിഞ്ഞു, 13 അധ്യായങ്ങൾ കഴിഞ്ഞുമാണ്. അപ്പം അന്തർയാത്ര എന്നാണ് ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്ന പേരാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രത്യേക ബുക്കിന് പേര് കൊടുത്തില്ലായിരുന്നു. ഈ ലേഖനങ്ങളായിട്ട് മനോരമയിൽ വ്യാഴക്കാഴ്ച എന്നും പറഞ്ഞുകൊണ്ട് മനോരമയിൽ എഴുതിക്കൊണ്ടിരുന്നു വളരെ മുമ്പ്. അപ്പോൾ മനോരമയെ സമീപിക്കുകയും കോപ്പറേറ്റ് തന്നതാണ്. മനോരമ കോപ്പറേറ്റ് വേണമല്ലോ എഴുതാൻ. അതുകൊണ്ട് കോപ്പറേറ്റ് അല്ല, അനിവാര്യമായിട്ടല്ല കോപ്പറേറ്റ് തന്നാണ് തർജ്ജമ ചെയ്തത്. മനോരമക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് കോപ്പറേറ്റ് ചേരുകയും അങ്ങനെ ഇതിൽ വരികയും ചെയ്തു. മറ്റേ ഇതിപ്പം ഈ അന്തർയാത്ര എന്നുള്ള ഇത് വടക്കേ ഇന്ത്യയിലെ യേശുദാസിന്റെ മറ്റൊരു മുഖം അനാവരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവർ പാട്ടുകാരനായിട്ട് മാത്രം കാണുകയായിരുന്നു, പക്ഷേ ഒരു മനുഷ്യസ്നേഹിയായിട്ടും സഹൃദയനായിട്ടും കാണാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അവിടെ കാനായ കുഞ്ഞിരാമനെ നമ്മൾ ശില്പി എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്. അപ്പൊ വ്യത്യസ്തമായ മുഖങ്ങൾ ഉണ്ടെന്നല്ലേ, എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കവിയെ പ്രൊജക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ഹിന്ദി പ്രചാര സഭയുടെ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണ് സർ? ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നിപ്പം ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയാണ്, രാജഭാഷ, ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷയും കൂടെയാണ്. 2 ഭാഷയും ബൈലിംഗ്വലിസമാണ് നമ്മളെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. അപ്പം അതിനെ മലയാളികൾ സജ്ജമാക്കുക. ഇപ്പം ഹിന്ദി കൂടെ ഓഫീസ് അപ്പോൾ ഡിപ്ലോമ കോഴ്സുണ്ട്. അപ്പോൾ ഡിപ്ലോമ കോഴ്സിൽ 5 പേപ്പറുണ്ട്. ഒരു പേപ്പർ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻസും മറ്റുമൊക്കെ, ഒരു പേപ്പർ ജേർണലിസമാണ്, ഒരു മലയാളം ഹിന്ദി ട്രാൻസ്ലേഷൻ, അതുപോലെ ഇംഗ്ലീഷ് ഹിന്ദി ട്രാൻസ്ലേഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഭാഷ സാഹിത്യപരമായിട്ട് മാത്രമല്ല സാങ്കേതിക വിഷയം കൈകാര്യം ചെയ്യാനും സന്നദ്ധമാക്കാനായിട്ട് കഴിയുന്നതാണ്. ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഇന്നിപ്പോൾ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലും എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഹിന്ദി ഓഫീസർമാരുടെ പോസ്റ്റുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി തർജ്ജിമക്കാരുടെ പോസ്റ്റുണ്ട്. അപ്പോൾ അവരെ അതിനുവേണ്ടി ഈ ഡിപ്ലോമ സഹായിക്കും. MA പാസ്സായി ഡിപ്ലോമ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല DPSO ഡിപ്ലോമ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എവിടെ ഇന്ത്യ ഒട്ടുക്കും അപ്ലൈ ചെയ്യാം ആണ്. അങ്ങനെ ഒരു സൗകര്യം കൂടെ ഈ ഡിപ്ലോമ കോഴ്സിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സാർ പറയുകയുണ്ടായി, കുട്ടിക്കാലത്ത് ഇംഗ്ലീഷിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ കഥാപ്രസംഗം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഒരു സ്റ്റെപ്പിൽ നിന്നെല്ലാം മാറി ഹിന്ദിയോടൊരു സ്നേഹം തോന്നിയത് എപ്പോഴാണ്? ഹിന്ദിയുടെ സ്നേഹം തന്നെ കാരണം അവിടെ ഞാൻ ഒരു 10-13 വയസ്സുള്ള ഹിന്ദി പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ പഠിക്കാൻ പോയ സാറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മിലിറ്ററിയിൽ റിട്ടയർ അല്ല, സർവീസ് കഴിഞ്ഞ് വന്ന ആളാണ്. അദ്ദേഹം സംഗീതത്തിലൊക്കെ നല്ല രസമായിരുന്നൊരു പാടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഹിന്ദി പഠിപ്പിക്കുമ്പോഴത്തേക്ക് പദ്യം വരികളൊക്കെ നന്നായിട്ട് പാടി കേൾപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല ഞങ്ങൾ കുറേ വിദ്യാർത്ഥികൾ കുട്ടികൾ സിനിമ കാണാൻ പോകുമായിരുന്നു. ഹിന്ദി സിനിമ കാണാൻ കൊണ്ടുപോവുകയും അന്നത്തെ പല ഫിലിംസൊക്കെ കാണി അപ്പോഴപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഹിന്ദിയുടെ വലിയ അഭിനിവേശം ഉണ്ടായിരുന്നതാണ്. അഥവാ ഹിന്ദി പഠിക്കണമെന്നുള്ള ഹിന്ദി രംഗത്ത് വരണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതാണ്. എൻ്റെ വീട്ടിലാണ് മറ്റേ എഞ്ചിനീയർ മറ്റു ലൈനിലൊക്കെ വരണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ഞാൻ ഹിന്ദി തന്നെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഹിന്ദി അവന് മുറുകെ പിടിച്ചെന്ന് പശ്ചാത്തലം ഇപ്പം ഇല്ല. ഇത്രത്തോളം വിശ്വസാഹിത്യ കൃതികൾ ഇങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ വിവർത്തനം ചെയ്തു. അങ്ങ് പറയുണ്ടായി ഇതെല്ലാം വായിച്ചതിന് ശേഷം 3-4 ആവർത്തി വായിച്ചതിന് ശേഷമാണ് ഇതെല്ലാം വിവർത്തനം ചെയ്തതെന്ന് പറഞ്ഞു. ഏറ്റവും അങ്ങേക്ക് ആകർഷിച്ച ഒരു സാഹിത്യ കൃതി ഏതായിരുന്നു? അത് അന്നാ കർണീനയുടെയാണ്. എനിക്ക് തോന്നുന്നു അന്നാ കർണ. എന്തുകൊണ്ടായിരുന്നു സാർ ഇത്രയും അത് ആകർഷിക്കാറുണ്ട്? ഇത്രയും എല്ലാം അതിൻ്റെതായ മൂല്യങ്ങളുള്ളതാണ്. അപ്പോൾ ഈ അന്നാ കർണയുടെ കഥാപാത്രം തന്നെയാണ്, അല്ല മറ്റു വേറെ കഥാപാത്രത്തിനോട് വലിയൊരു അതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ എന്തെങ്കിലും ഒരു കൃതിയുണ്ടോ? അതുകൊണ്ട് അത് വാർ ആൻഡ് പീസ് വലിയ ഒരുപാട് വിശാലമായൊരു ക്യാൻവാസും എത്രയോ കഥാപാത്രങ്ങൾ. അപ്പം അതിനെ ചുരുക്കം ഏത് കളയണം, പല കഥാപാത്രങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നതാണ്. ഏത് വേണ്ടെന്ന് വെക്കണം, ഏത് ഉൾക്കൊള്ളണം എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എപ്പോഴെങ്കിലും വിമർശനങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്? ഈ വിമർശനങ്ങളെ അതെല്ലാം ഒരുപോലെ തോന്നുന്നു. അല്ലെന്ന് പറഞ്ഞ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വൈകാരികമായിട്ടൊരു പ്രതിക്രിയൊന്നുമില്ല. നമ്മൾ അവളെ ചെയ്യുന്നു എന്നുള്ളത് കവിഞ്ഞപ്പുറത്തൊന്നുമില്ല. ഒരാളെ പൂഴ്ത്തിന്നും കൊണ്ട് വലിയ സന്തോഷമില്ല, വിമർശിച്ചാലും വലിയ ദുഃഖമൊന്നുമില്ല. ക്ലാസ് മുറികളിൽ നിന്നപ്പോൾ സാറിന്റെ ഈ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന താല്പര്യമെല്ലാം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ, കുട്ടികളെ അവരെ പ്രോത്സാഹിപ്പിക്കാണ്ട് അവരെ എഴുതിക്കൊണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള അത് വാസനയുള്ളവരെ കണ്ടെത്തുക ചെയ്യുള്ളൂ. എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താല്പര്യമുള്ളവരൊക്കെ അത് മാത്രം അതിനു വേണ്ടി ആ ഒരു ഞാനെന്ന് പറയുന്നത് ശരിയല്ല, അവിടെ DPSOയിൽ കൈയെഴുത്ത് മാസികയൊക്കെ ഉണ്ട്. അപ്പം അതിൽ കൂടെയൊക്കെ പലരും രംഗത്ത് വരുന്നു. പിൽക്കാലത്ത് അവരെ എഴുതി തെളിഞ്ഞവരുമുണ്ട് ആ കൂട്ടത്തിലേക്ക്. ഇത്രയും സാഹിത്യകൃതികൾ വിവർത്തനം ചെയ്തു. എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പോ